അല്ലേ സർക്കാർ ഇപ്പം ദേവസ്വം ബോർഡിനെ ഒരു സ്വതന്ത്ര സംവിധാനമായി മാറ്റിക്കൊണ്ട് ദേവസ്വം ബോർഡിന് ആ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് സർക്കാരിന്റെ സഹായമില്ല നടത്താൻ പറ്റില്ല ഇതിന്റെ 10 കോടി രൂപയ്ക്ക് ചിലവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായും നടത്തുന്നത് ദേവസ്വം ബോർഡാണ്. വിശ്വാസിയായ ഒരു പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. അല്ല, സർക്കാരാണല്ലോ ഇത് നടത്തുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ആദ്യം ഈ അയ്യപ്പ സംഗമം നടത്തും എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ദേവസ്വം മന്ത്രിയാണ്, വാസവനാണ്, അല്ലേ? അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റല്ലേ ഇത് പറയേണ്ടത്? പറഞ്ഞില്ല, മാറിയിരിക്കുകയായിരുന്നു. രണ്ടാമത് ക്ഷണിക്കാൻ ആരാ പോയി? ദേവസ്വം മന്ത്രിയാണ്. എവിടെ പോയി? അതും DMKയുടെ പ്രഖ്യാപിത ഹിന്ദു വിരുദ്ധ നിലപാട് എന്നും സ്വീകരിച്ചിരിക്കുന്ന, ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു വൈറസാണെന്ന് പറഞ്ഞ ആ ചീഫ് മിനിസ്റ്റർ ക്ഷണിക്കാൻ പോയത് ഇവിടുത്തെ മന്ത്രിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലല്ലോ, മന്ത്രി. അപ്പോൾ ഇത് ഇനി രണ്ടാമത് ഇതിൻ്റെ ഇൻവിറ്റേഷൻ കണ്ടിട്ടുണ്ടോ? കാർഡ്, ഇൻവിറ്റേഷൻ ലെറ്റർ, ലോക കേരള സഭ. ഈ കേരള ഗവൺമെൻറ് എംബ്ലമാണ് വെച്ചിരിക്കുന്നത്. ആ എംബ്ലം വെച്ച ലെറ്ററുകളിലാണ് ഇൻവിറ്റേഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? അപ്പോൾ സർക്കാരിന് ഇത് എന്തിനു നടത്തണം? ഇനി സർക്കാർ നടത്തുകയാണെങ്കിൽ സർക്കാർ ഈ കേസൊക്കെ പിൻവലിക്കുക, അല്ലെങ്കിൽ സത്യവാങ്മൂലം തിരുത്ത്. ഇതിനും തയ്യാറാകണ്ടേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഇത് ആത്മാർത്ഥതയോടുകൂടിയുള്ളതല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ സർക്കാരിന് ഇതൊന്നും പിന്തിരിയാനൊന്നും പറ്റിയില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇനി എന്തോന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ ഒക്കില്ലേ? അയ്യപ്പന്മാരുടെ സംഘം നടത്താൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ വേറെ വിശ്വാസികളെ, മുസ്ലിം വിശ്വാസികളെ, മതവിശ്വാസികളെ വിളിച്ചു കൂട്ടുമോ ഏതെങ്കിലും ഒരു കാര്യത്തിന്? അല്ലെങ്കിൽ ഇപ്പോൾ വഖഫിൻ്റെ പ്രശ്നം വന്നല്ലോ, വിളിച്ചു കൂട്ടിയോ? ഇല്ലല്ലോ. കാരണം അവർക്ക് സ്വതന്ത്രമായ മത കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് സാധ്യമല്ല. ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തിലുള്ള ഇടപെടലാണ്, ഒരു മതേതര സർക്കാരിൻ്റെ ഇടപെടലാണ്. അത് പാടില്ല എന്നാണ് പറയുന്നത്. അതൊരു അടിസ്ഥാനപരമായ ആശയമാണ്. കാരണം ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് അനുസരിച്ചാണ്. ആ ആക്ട് ഉണ്ടായതിൻ്റെ പശ്ചാത്തലം ഒരു കവനൻ്റാണ്. അത് കേരള ഗവൺമെൻറ് മറ്റേ രാജപ്രമുഖനും കേന്ദ്ര അന്നത്തെ ഹോം സെക്രട്ടറിയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നതാണ്. കവൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അത് സ്വതന്ത്ര പരമാധികാര ധർമ്മസ്ഥാപനമാണ്. ഈ സ്വതന്ത്ര പരമാധികാര ധർമ്മസ്ഥാപനമായ ബോർഡിൻ്റെ ഉള്ളിലേക്ക് അവരെയൊക്കെ അങ്ങ് ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് എന്തിനാ ദേവസ്വം മന്ത്രി കയറി ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നു? ഇതൊരു ചോദ്യമാണ്. ഇതിന് ഉത്തരം എന്താ പറയുന്നത്? ഇത്രയും നാൾ ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചിട്ട് ദേവസ്വം മന്ത്രി മറുപടി പറയുന്നില്ല, ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ മറുപടി പറയുന്നില്ല, കേസ് പിൻവലിക്കുന്നതിനെ പറ്റി പറയുന്നില്ല, ഇതൊന്നും മറുപടി തരുന്നില്ല. അപ്പോൾ ഇനി അവിടെ എന്തോ വികസന പ്രവർത്തനം നടത്താനാണ്. വികസന പ്രവർത്തനം നടത്താൻ ഭക്തജനങ്ങൾ രണ്ട് കൈയും അയച്ച് സംഭാവന നൽകിയിട്ടുണ്ട്. നൽകിയവരുടെയൊക്കെ ഗതി എന്താ? MN നമ്പ്യാർ അവിടെ ഒരു വലിയ കെട്ടിടം പണിതിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. ആ കെട്ടിടം അവിടെ P. സുബ്രഹ്മണ്യം ട്രസ്റ്റ്, അദ്ദേഹമാണല്ലോ സ്വാമി അയ്യപ്പൻ എന്നുള്ള സിനിമയെടുത്ത് ഒരു വലിയ റോഡ് തന്നെ, പമ്പയിൽ നിന്ന് ഒരു റോഡ്, അയ്യപ്പൻ റോഡ് നിർമ്മിച്ച ആളാണ്. അതിൻ്റെയൊക്കെ സ്ഥിതി ഇപ്പോൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ അവിടെ പോയി. അപ്പോൾ ശബരിമല ക്ഷേത്രത്തിന് ഇതിനു മുമ്പ് സംഭാവന നൽകിയിരിക്കുന്നവർ അവരുടെയൊക്കെ പ്രതിഷേധം നിലനിൽക്കുന്നു. ഇനി പുതിയ കുറേ ആളുകളെ രംഗത്തിറക്കി പണം വാങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ശബരിമലയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശബരിമലയ്ക്ക് ആവശ്യമായുള്ള പണം നൽകാൻ ഭക്തജനങ്ങൾ തയ്യാറാണ്. പക്ഷേ അവർക്ക് വിശ്വാസം വേണം, അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കും, ചിലവാക്കും എന്നുള്ള വിശ്വാസം അവർക്ക് വേണം. ഈ മലേഷ്യയിലെ ഏതോ ഒരു ആത്മീയ പ്രഭാഷകനാണ് ഇത്തരം ഒരു സംഗമത്തെക്കുറിച്ച് കാര്യം മുന്നോട്ട് വെച്ചതെന്നും ബോർഡ് സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും സർക്കാർ അംഗീകരിക്കുകയും ചെയ്തെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഒരു അയ്യപ്പ സംഗമം നടത്താൻ മലേഷ്യയിൽ നിന്നുള്ള ആൾക്കാരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല. അയ്യോ, ഇവിടെയുള്ള എല്ലാ അയ്യപ്പന്മാർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തിപ്പിലല്ല പ്രശ്നം, അത് നടത്തുന്നത് LDF സർക്കാർ ആയതുകൊണ്ടാണ് പ്രശ്നം. അതെ, സർക്കാരിന് നടത്താൻ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യുന്നത്. അത് തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അയ്യപ്പ സംഗമം ഇവിടെ ധാരാളം നടന്നിട്ടുണ്ട്. എല്ലാ വർഷവും ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട്. എത്രയോ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. പമ്പയിൽ നടത്താറുണ്ട്, മറ്റേ എരുമേലി നടത്താറുണ്ട്, പന്തളത്ത് നടത്താറുണ്ട്. അയ്യപ്പ സംഗമം ഒന്നും പുതിയൊരു കാര്യമല്ല. പറയാൻ മനസ്സിലാകും. ഇവിടെ ഒരു വാണിജ്യ താല്പര്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ. എന്ന് വെച്ചാൽ വലിയ തുക സംഭാവന നൽകാൻ തരുന്ന ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്.